അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകൾ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ പറയാൻ തോന്നുന്നത്, ഈ അധികാരം കിട്ടിയിട്ട് വേണം നമുക്കൊന്ന് ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മിലടിക്കാനെന്ന് തോന്നുകയാണ്. അതാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഒന്നാമത് വെന്റിലേറ്ററിൽ അല്ലെങ്കിൽ ICUയിൽ കിടന്ന അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും 21-അംഗ പഞ്ചായത്തിൽ 8 സീറ്റ് നേടി ഭൂരിപക്ഷത്തിലെത്തുകയാണ്. അതിനുശേഷം ഒരു സ്വതന്ത്രനായിട്ട് BSP സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിക്കുന്നു. അദ്ദേഹത്തെയും കൂടി ഒപ്പം നിർത്തിയാണ് ഭരണസമിതി 9 അംഗമാക്കി അവർ അവിടെ രൂപീകരിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ കൈവശമിരുന്ന ഒരു പഞ്ചായത്ത് പിടിച്ചെടുത്തതിന് ശേഷം അവിടെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഗ്രൂപ്പ് വഴക്ക്, അതിലെ തുടക്കത്തിലെ പറഞ്ഞ കണക്ക്, ഒന്ന് അധികാരം കിട്ടിയിട്ട് വേണം ഗ്രൂപ്പ് പിരിഞ്ഞ് നമുക്ക് മണ്ടയടിച്ച് കീറാൻ, അല്ലെങ്കിൽ ഒന്ന് ഗ്രൂപ്പ് തിരിഞ്ഞ് നമുക്ക് പാർട്ടിയെ തോൽപ്പിക്കാൻ എന്നുള്ളൊരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. അങ്ങനെ തോൽപ്പിച്ചൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ 2 അംഗങ്ങൾ വിട്ടുനിന്നു. അതിന് കാരണം MA വാഹിദ് പക്ഷക്കാരും മുനീർ പക്ഷക്കാരെന്ന 2 വിഭാഗക്കാരാണ് ഇവിടെ 2 പ്രബല വിഭാഗക്കാരെന്ന് പറയപ്പെടുന്നത്. ഇവർ തമ്മിലുള്ള ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായിട്ട് MA വാഹിദിന്റെ പക്ഷത്തുള്ള 2 പേർ, നിജാദ് വലിയ വീട് വാർഡിലെ മെമ്പറാണ്, ഒപ്പം തന്നെ കണ്ടൽ വാർഡിലെ നൌഫിയ എന്ന് പറയുന്ന 2 കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്യാനെത്തിയില്ല. അതിന്റെ ഭാഗമായിട്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇടതുപക്ഷം ഏകപക്ഷീയമായിട്ട് വിജയിക്കുകയായിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടിയിരുന്ന നൌഫിയാണ്, കണ്ടൽ വാർഡ്, അവർ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായിട്ട് വിജയിക്കുകയായിരുന്നു. ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അത് ഇടതുപക്ഷത്തിന് വേണ്ടി റഫീഖും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ നിന്നത് അക്ബർ വയ്യുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 3 വോട്ടുണ്ട്, BJPക്ക് 1 വോട്ടും ഇടതുപക്ഷത്തിന് 1 വോട്ടും. അതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ 1 അംഗം വിട്ടുനിന്നു. അങ്ങനെ 2 വോട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അക്ബർ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇടതുപക്ഷത്തിന് 1 വോട്ടും കിട്ടി. 1 വോട്ടിന്റെ ആനുകൂല്യത്തിലാണ് കഷ്ടിച്ചപ്പുറത്ത് കടന്നുവിടുക. പിന്നെ BJPയുടെ വോട്ട് വാങ്ങിച്ച് ജയിക്കേണ്ട കാര്യമില്ല എന്ന നിലയ്ക്ക് ഇടതുപക്ഷം ആ വഴിക്ക് ആലോചിക്കാത്തത് കൊണ്ട് ആ മത്സരത്തെ തലനാരിഴയ്ക്ക് കോൺഗ്രസ് വിജയിക്കുകയായിരുന്നു. അതിനാണ് കോൺഗ്രസിന്റെ വലിയ വീട് സ്ഥാനാർത്ഥിയായിട്ടുള്ള നിജാദ് വോട്ട് ചെയ്യാൻ എത്താതിരുന്നത്. അതിനുശേഷമാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ ഇടതുപക്ഷത്തിന്റെ ജാസിമാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതായത് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കേണ്ടിയിരുന്ന കോൺഗ്രസ് അംഗമായിട്ടുള്ള കണ്ടൽ വാർഡ് മെമ്പർ നൌഫിയ വോട്ട് ചെയ്യാൻ എത്തിച്ചേരാതിരുന്നതാണ് ഏകപക്ഷീയമായിട്ട് ഇടതുപക്ഷം വിജയിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കോൺഗ്രസ് ആഭിമുഖ്യമുള്ള പഞ്ചായത്താണ്. എന്നാൽ കഴിഞ്ഞ 25 വർഷത്തിന് ശേഷം ഇടതുപക്ഷം ആ പഞ്ചായത്ത് പിടിച്ചെടുക്കുകയും ഇപ്പോൾ 1 സീറ്റിന്റെ വ്യത്യാസത്തിൽ കോൺഗ്രസ് വീണ്ടും അവിടെ അധികാരത്തിലേക്ക് വരികയാണ്. അധികാരത്തിൽ വന്നതിന് ശേഷം ഗ്രൂപ്പ് പോര് സജീവമാണ്. തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തുള്ള മംഗലാപുരത്ത് നോക്കുകയാണെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ ഗ്രൂപ്പിസം കൊണ്ടാണ് അവിടെയും അവർക്ക് ഭരണം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്.